നമസ്കാരം പ്രിയപ്പെട്ടവരെ, പരിപൂർണതമ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ജയന്തിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഭഗവാൻ ആടിത്തിമിർത്ത ലീലകൾ മധുരമനോഹരങ്ങളാണ്. ആരായിരുന്നു ശ്രീകൃഷ്ണൻ എന്ന ചോദ്യത്തിന് ആര് അല്ലായിരുന്നു എന്നാണ് അതിനുത്തരം. ഈ ലോകത്തിലെ ജനങ്ങൾക്ക് എന്നും ഒരു മാതൃകയാണ് ഭഗവാന്റെ ലീലകളും ആ വചനങ്ങളും. ആത്യന്തികമായ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നിലകൊണ്ട മഹാ അവതാരം. ഒരു ഉത്തമനായ മകൻ എന്തായിരിക്കണം, നല്ല സുഹൃത്ത് ആരായിരിക്കണം, നല്ല ഭരണാധികാരി ആരായിരിക്കണം, അങ്ങനെ നല്ല നല്ല ഓരോ കാര്യങ്ങളും ഭഗവാൻ നമുക്ക് വേണ്ടി ലീലയാടി കാണിച്ചു തന്നു. ആ ജീവിതം ഇന്നും മധുരമനോഹരമാണ്, ഒരു വിസ്മയം തന്നെയാണ്. കർഷണം ക്രിയതേ ഇതി കൃഷ്ണ. തൻ്റെ ഉള്ളിലിരിക്കുന്ന ആകർഷണ ശക്തിയാണ് കൃഷ്ണൻ. ഈ നെഞ്ചാങ്കൂടാകുന്ന കാരാഗ്രഹത്തിൽ, ദേവകിയാകുന്ന ഹൃദയപത്മത്തിൽ ഭഗവാൻ ജനിക്കുന്നു. സർവ്വതും നിയന്ത്രിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പാർത്ഥസാരഥിയെ അറിയുന്നതാണ് മനുഷ്യജന്മത്തിൻ്റെ സാഫല്യം. അതിന് ഭഗവാനിൽ അഹൈതുകമായ ഭക്തി ഉണ്ടാവണം. ഉള്ള് ശൂന്യമായ ഓടക്കുഴലാണ് ഭഗവാന്റെ അധരാമൃതം നുകരുന്നത്. 9 ദ്വാരങ്ങളുള്ള ഈ മനുഷ്യ ശരീരം ആഗ്രഹങ്ങളറ്റ് ഉള്ള് ശുദ്ധമാകുമ്പോൾ ഭഗവാനിൽ അധരാമൃതത്തിന് പാത്രമാകുന്നു. ഹരി ഓം നാരായണ. ഹരി ഓം.